എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ, മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സിലെ പേജ് നമ്പർ 76 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് 1234 ഇൻറ്റു 56, അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് 69,104. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് പ്രോബ്ലംസ് വിതൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ആക്ച്വലായിട്ട് ഗുണിക്കൊന്നും വേണ്ട, ഇൻറ്റു ചെയ്യേണ്ട, അല്ലാണ്ട് തന്നെ നമ്മുടെ ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ 69,104 ഇവിടെ എഴുതി വെച്ചു, നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി ഇവിടെ നോക്കൂ, 1.234 ഇൻറ്റു 56. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 1, 2, 3. ആദ്യത്തേൽ 3 പ്ലേസസ് ഉണ്ട്, ഇതിലാണെച്ചാൽ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ആൻസറിലും എത്ര പ്ലേസ് വേണം? 3 പ്ലേസ് നമ്മൾ മാറ്റിയിടണം. അപ്പോൾ 1, 2, 3. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻസർ എത്രയാണ്? 69.104. അതാണ് നമ്മുടെ ആദ്യത്തേതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമ്മൾ നോക്കുമ്പോൾ അടുത്ത നമ്മുടെ ആൻസർ ഇങ്ങനെ എഴുതാണ് 69,104. ഇവിടെ നോക്കൂ, ആദ്യത്തേൽ 2 പ്ലേസ് ഉണ്ട് അല്ലേ, രണ്ടാമത്തേൽ 1 പ്ലേസും ആണുള്ളത്. മൊത്തത്തിൽ എത്ര പ്ലേസ് ഉണ്ട്? 2ഉം 1ഉം 3. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര പ്ലേസ് വേണം? 3 പ്ലേസ് വേണം. അപ്പോൾ 1, 2, 3. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തേൻ്റെ ആൻസർ എന്താണ്? 69.104. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത് നമുക്ക് ആൻസർ ഇത് എഴുതി വെക്കാം, 69,104. ഇവിടെ നോക്കൂ, ആദ്യത്തേൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്ലേസ് ഉള്ളൂ, രണ്ടാമത്തേൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ആണുള്ളത്. അപ്പോൾ മൊത്തത്തിൽ എത്ര ഉണ്ട്? 3 പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 1, 2, 3 3 പ്ലേസ് മാറ്റിയിടണം. അപ്പോഴും ആൻസർ എത്രയാണ്? 69.104. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് വൺ നോക്കും, 1, 2, 3, 4 ഇൻറ്റു 0.056. അപ്പോൾ ഇതിൽ പ്ലേസ് വാല്യൂ ഒന്നും നോക്കാനില്ല, ഇതിൽ 3 പ്ലേസ് ആണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോഴും അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 1, 2, 3. അപ്പോൾ 69.104. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസർ എന്താണ്? 69.104. കാരണം എവിടെ നോക്കിയാലും ഇതിൽ 3 പ്ലേസ് ആണ്. ഇവിടെയും 2ഉം 1ഉം 3, ഇവിടെ 1ഉം 2ഉം 3, ഇവിടെ 3, അങ്ങനെ 3 പ്ലേസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 3 പ്ലേസ് മാറ്റി ഇവിടെ പോയിന്റ് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Like in the following products, how many of them gives the same product as 1.234 into 5.67? അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ ആൻസർ ഉള്ളത്, ആൻസർ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ മൊത്തത്തിൽ ഇവിടെ 3ഉം ഇവിടെ 2ഉം 3ഉം 2 5 പ്ലേസ് നമ്മുടെ ആൻസറിൽ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 5 എണ്ണുള്ള ഏതാന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ 2ഉം ഇവിടെ 3ഉം. അപ്പോൾ എന്താണ്? അത് 5 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാം. ഇനി ഇവിടെ നോക്കൂ, ഇത് 3 ആണ്, ഇവിടെ ഒന്നുമില്ല, 0 ആണ്. അപ്പം 3 പ്ലേസേ ഉള്ളൂ, അപ്പോൾ അത് ശരിയല്ല. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 4 പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ 4ഉം 2ഉം 6, അപ്പോൾ അതും ശരിയല്ല. നമുക്ക് ആകെ 5 പ്ലേസേ വേണ്ടുള്ളൂ, അപ്പോൾ അതും തെറ്റ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 3 പ്ലേസും ഇവിടെ 1 പ്ലേസും. അപ്പോൾ 3ഉം 1ഉം 4. നമ്മുടെ ആൻസറിൽ എത്ര വേണം? 4 പ്ലേസ്. അതും ശരിയല്ല. ഇവിടെ നോക്കൂ, ഇവിടെ 1 പ്ലേസും ഇവിടെ 4 പ്ലേസും, മൊത്തം 5 പ്ലേസ്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഏത് എഴുതാം? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? in the product 1.234 into 5.6, the digits in the decimal part എന്ന് പറയുന്നത് 3 + 2 5 ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റും 5ഉം, ആദ്യത്തതും ഒന്നാമത്തതും അഞ്ചാമത്തതും എന്താണ്? gives the same product as 1.234 into 5.6. അപ്പോൾ ഇതിൽ ശരി ഏതാണ്? 1ഉം 5ഉം മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ലാസ്റ്റ് വണ്ണാണ്, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഈ ഇതിൽ നിന്ന് ലീസ്റ്റ് ആയിട്ടുള്ളതും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളതും നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്, പ്രോഡക്ട്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് നോക്കാം.
ആദ്യത്തെ ക്വസ്റ്റ്യൻ 0.11 ഇൻറ്റു 11. ഓക്കെ, നമുക്കറിയാം, അതായത് 0.11 ഇൻറ്റു 11. അപ്പോൾ ആദ്യത്തെ 11 ഇൻറ്റു 11 ആണ് ഇതിൻ്റെ ഇത് വരുന്നത്, അതായത് 121. അപ്പോൾ നമുക്ക് 121 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, 0.11 ഇൻറ്റു 0.111. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 2 പ്ലേസ് ഉണ്ട്, ഇവിടെ 2 പ്ലേസ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസറിൽ മൊത്തം 4 പ്ലേസ് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് 1.1 ഇൻറ്റു 1.1. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഇവിടെ 121 നമ്മൾ എഴുതാം. ഇവിടെ ഒന്നും ഇവിടെ ഒന്നും ആണുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ 2 പ്ലേസ് മാറ്റി കുത്തിയിട്ട. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.21. രണ്ടാമത്തേൻ്റെ ആൻസർ എത്രയാണ്? 1.21. ഇനി മൂന്നാമത്തെ നോക്കൂ, 1.01 ഇൻറ്റു 1.01. അപ്പോൾ 101 ഇൻറ്റു 101 എന്ന് പറയുന്നത് എത്രയാണ്? 10201 ആണ്. ഓക്കെ, 10201 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പോയിന്റ് ഇവിടെ 2 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്, അപ്പോൾ മൊത്തം 4 പോയിന്റ്. അപ്പോൾ ആൻസർ എത്രയാണ്? 1.021. ഓക്കെ, ഇനി അടുത്ത എഴുതാം. 0.101 ഇൻറ്റു 1.1. ഓക്കെ, അപ്പോൾ 101 ഇൻറ്റു 11 എന്ന് പറയുന്നത് എത്രയാണ്? 1111. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഇവിടെ 3 പോയിന്റ്, ഇവിടെ ഒരു പോയിന്റോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ട്, 0.111. ഓക്കെ, ഇനി അടുത്തത് 101 ഇൻറ്റു 101. അതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തത് 10201 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റും ഇവിടെ 3 പോയിന്റ്, അപ്പോൾ 1 2 3 4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.0201. ഓക്കെ, ഏതാണ് നമ്മുടെ ആൻസർ? 1.0201. ഇതിൽ നമ്മളിപ്പോൾ ആൻസർ ഫസ്റ്റത്തെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 0.0121. രണ്ടാമത്തേത് 1.21. മൂന്നാമത്തേത് 1.0201. നാലാമത്തേത് 0.111. അഞ്ചാമത്തേത് 1.0201. ഓക്കെ, ഇതിൽ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഗ്രേറ്റസ്റ്റ് ഇതാണ്, 1.21 ആണ് ഗ്രേറ്റസ്റ്റ്. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഏതാണ്? 1.21, അതായത് രണ്ടാമത്തെ ഓപ്ഷൻ്റെ ആണ് ഗ്രേറ്റസ്റ്റ്. ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 0.0121, അതായത് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ലീസ്റ്റും ഗ്രേറ്റസ്റ്റും. ഇനി നമുക്ക് അടുത്ത പേജ് നമ്പർ 78 ആൻഡ് 80 നമുക്ക് ഡിസ്കസ് ചെയ്യാം.